ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റിവിഷൻ സീരീസിൻ്റെ ഡേ 3 ആൻഡ് ഡേ 4 ആണ്. അതായത് ഈ ഡേ 3യിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ ഡേ 3യും ഡേ 4ഉം കൂടിയിട്ട് 4th ഡേയിലാണ് നോക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എണീറ്റുണ്ടായിരുന്നു. 6:30 കഴിഞ്ഞിട്ടാണ് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. ഒരു കട്ടനൊക്കെ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഇന്ന് പഠിക്കാൻ റിവൈസ് ചെയ്യാൻ ഞാൻ വിചാരിച്ചിരിക്കുന്ന ടോപ്പിക്ക് ജോഗ്രഫിയാണ്. ഇന്ത്യൻ ജോഗ്രഫി നോക്കണം, കേരള ജോഗ്രഫി നോക്കണം, അതുപോലെ തന്നെ നമ്മുടെ ഈ മാത്സിലെ ലാഭവും നഷ്ടവും ടോപ്പിക്ക്. ഇതാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറണ്ട് അഫയേഴ്സ് 2025 പിന്നെ അതുപോലെ എനിക്ക് എക്സാമിൻ്റെ ഒരു ടോപ്പിക്ക്, അതായത് സെൻട്രൽ എക്സാമിൻ്റെ ഒരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ കലാപരിപാടികൾ. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യം തന്നെ മലയാളം കേരള ജോഗ്രഫിയാണ് പഠിക്കാൻ വേണ്ടിയിട്ടെടുത്തത്. അതിൽ ഞാൻ സൈലത്തിൻ്റെ ക്ലാസ്സാണ് കേട്ടോ എടുത്തത്. അത് ക്ലാസ് കണ്ട് കഴിഞ്ഞ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഒരു സിനിമ കണ്ടു. ചില ദിവസം ഇങ്ങനെ സിനിമ കാണാൻ വേണ്ടിയിട്ട് മൂഡ് വരാറുണ്ട്. അങ്ങനെ ആ സിനിമ കണ്ട ശേഷം സെൻട്രൽ എക്സാമിനുള്ള ടോപ്പിക്ക് SARTയുടെ ടോപ്പിക്ക്, അത് ക്ലാസ് 10ൻ്റെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന ഹിസ്റ്ററിയിലെ ടോപ്പിക്കാണ്. ആ ചാപ്റ്ററായിരുന്നു എക്സാമിനുണ്ടായിരുന്നത്. അത് നോട്ട് എഴുതി അതിൻ്റെ ഇതൊക്കെ പഠിച്ചു. ഞാൻ SART എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നോട്ട് എഴുതിയിട്ടാണ് ഞാൻ പഠിക്കാറ് കേട്ടോ. അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. ഞാൻ ഇടാൻ ലേറ്റായി എന്നേ ഉള്ളൂ. ശനിയാഴ്ചത്തെ വ്ളോഗാണ്, അതായത് തിങ്കളാഴ്ചത്തെ എക്സാമിനുള്ളതാണ് ഞാൻ ഈ ശനിയാഴ്ച പഠിക്കുന്നത്. ഇതിൻ്റെ ഒരു പകുതി SART ഒരു പകുതിയെ ഞാൻ നോക്കിയിട്ടുണ്ടായുള്ളൂ. ബാക്കി നാളെ നോക്കാം എന്നൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. അതായത് സൺഡേ നോക്കാം എന്നൊരു പ്ലാനിലാണ് നോക്കുന്നത്. അത്യാവശ്യം എളുപ്പമുള്ള ചാപ്റ്റർ തന്നെയാണ്. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് പേജസ് ഉണ്ടായുള്ളൂ. അത് നോട്ട് എഴുതി അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സൊക്കെ അണ്ടർലൈൻ ചെയ്ത് അത് നല്ലപോലെ അത്രയും പഠിച്ചു വെച്ചു. അത്രയും പഠിച്ച ശേഷം പിന്നെ ഞാൻ ഇന്ത്യൻ ജോഗ്രഫിയുടെ റിവിഷൻ ക്ലാസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇരുന്നത്. ഞാൻ റിവിഷൻ ചെയ്യുന്നതല്ല, ഇപ്പം അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു മാരത്തൺ ക്ലാസ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ PYQs ഒക്കെ കണ്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ച് അങ്ങനെയാണ് ചെയ്യാറ്. എനിക്കതാണ് കുറച്ചുകൂടെ ഇതായിട്ട് തോന്നിയിട്ടുള്ളത്. സോ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ ഒന്നിൽ സൈലത്തിൻ്റെ ക്ലാസ് കാണും, അല്ലെങ്കിൽ ട്രിക്ക് ടേണിൻ്റെ ക്ലാസ്സാണ്. ഇത് രണ്ടും നോക്കാറുണ്ട്. രണ്ടിൽ ഏതാണ് എനിക്ക് അപ്പം കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അത് ഞാൻ കാണാറാണ് പതിവ്. അപ്പോൾ എന്തായാലും ഇന്ന് ജോഗ്രഫി രണ്ടും കണ്ടിരിക്കുന്ന സൈലത്തിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നോട്ടെല്ലാം സെറ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എക്സാമിൻ്റെ തലേ ദിവസം നോക്കുക എന്നൊരു പ്ലാനോടെയൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നടക്കുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം. എന്തായാലും എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും എനിക്കിങ്ങനെ ക്ലാസ് കാണുമ്പോഴത്തേക്കും എഴുതിയിട്ടുണ്ടില്ലെങ്കിൽ എനിക്കെന്തോ ഒരു സമാധാനമില്ല. ചുമ്മാ ഇങ്ങനെ ക്ലാസ് കണ്ടു പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എന്തെങ്കിലും ചുമ്മാ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ഞാൻ അങ്ങനെ എഴുതി പോകാറാണ് എൻ്റെ പതിവ്. എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ചോറൊക്കെ കഴിച്ച ശേഷം പിന്നെ കുറേ നേരം ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രഷായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുമ്മാ നടന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയാണ് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. രാത്രി പഠിക്കാൻ എടുത്തത് നമ്മുടെ മാത്സാണ്. മാത്സ് എപ്പോഴും രാത്രിയാണ് പഠിക്കാറ്. എനിക്ക് കുറച്ചുകൂടെ ആ സമയത്താണ് മാത്സ് പഠിക്കാൻ ഇഷ്ടം. അതുകൊണ്ട് മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ടെടുത്തു. മാത്സിൽ നമ്മുടെ ലാഭവും നഷ്ടവും ടോപ്പിക്ക് അത് ഫുള്ള് നോക്കുന്നില്ല, അതിൻ്റെ ഒരു പകുതി ഭാഗം നോക്കി വയ്ക്കാമെന്നാണ് ഇന്നത്തെ പ്ലാൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ അത് തെറ്റായിട്ട് പോയി കേട്ടോ. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ എവിടെയെങ്കിലുമൊക്കെ തെറ്റ് സംഭവിക്കും. അങ്ങനെ അത് വെട്ടിക്കളഞ്ഞിട്ട് അടുത്ത ബാക്കി ചെയ്തു. പിന്നെ നമ്മുടെ കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളുമൊക്കെ ഒന്ന് പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എഴുതിയൊക്കെ വെച്ചു കേട്ടോ, പിന്നീട് നോക്കാമെന്നൊക്കെ വെച്ചിട്ട്. പിന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സ് നോക്കി. വിന്നറിൻ്റെ 2025 കറണ്ട് അഫയേഴ്സിൻ്റെ റൗണ്ട് അപ്പ് ആ ബുക്ക് വെച്ചിട്ടാണ് ഞാൻ നോക്കിയത്. അതൊരു 36 പേജ് സംതിങ് എന്തോ ഉണ്ട്. അതിലൊരു 5 പേജസ് ഞാൻ നോക്കി. അതുപോലെ തന്നെ ഞാൻ സൈലത്തിൻ്റെ ഒരു 7 അവർ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഉണ്ട്. നല്ല ക്ലാസ്സാണ് കേട്ടോ. അതിങ്ങനെ കുറേശ്ശെ ഞാൻ കാണുന്നുണ്ട്. 7 അവർ ആയതുകൊണ്ട് ഒറ്റ സ്ട്രെച്ചിന് കാണാൻ ബുദ്ധിമുട്ടാണ്. അത് ഞാൻ ഇങ്ങനെ കുറേശ്ശെ കണ്ട് അതിങ്ങനെ നോട്ട്സ് എഴുതി പോകാറുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇന്ന് പഠിച്ചത്. ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇന്നത്തെ ടു ഡു ഫുൾ ടാസ്കും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷം. ഒരു 6 അവർ എബോവ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. സമയം ഒരു 11 മണിയപ്പോഴത്തേക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ പഠിത്തം, നിങ്ങളുടെ 10th പ്രിലിംസിലുള്ള റിവിഷൻ പഠിത്തമൊക്കെ ഏതുവരെ എത്തിയെന്ന് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.